അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവനൊരു ക്യൂർ കമ്മ്യൂണിറ്റി പെട്ട ആളാണ്, ഗേ ആണെന്നാണ് വിചാരിച്ചത്. കാരണം പ്രത്യേകിച്ച് ഒന്നല്ല, പുള്ളിയുടെ ഒരു സംസാരവും ആ ഒരു സ്റ്റൈലും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഗേ കാറ്റഗറിയിൽ നിന്ന് വന്നതായിരിക്കാം അഭിരാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ ക്യൂർ ഹോബിക്കാണെന്നുള്ള കാര്യം ഈ കുറച്ച് സമയത്തിന് മുന്നെയാണ് അറിയാൻ പറ്റിയത്. ഇന്നലെ എവിക്ഷൻ പ്രക്രിയ നടന്നത് ഒരു ഗെയിമിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പം ആ ഒരു ഗെയിമിൽ അതിൽ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത് ക്യാപ്റ്റൻ ആയിരിക്കും. അപ്പൊ അതിനുശേഷം ഒരു ടൈമർ വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. ആ ഗെയിമിൽ വിന്നർ ആകാത്ത ആൾക്കാരായിരിക്കും എവിക്ഷൻ പ്രക്രിയയിൽ വരിക. അതിൽ നിന്ന് 4 പേരായിരിക്കും എവിക്റ്റഡ് ആവുക. എവിക്റ്റഡ് ആയ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അഭിരാം ആയിരുന്നു. പക്ഷേ അതിന്റെ ഒരു കോർഡിനേഷന്റെ കുറവ് കൊണ്ടാണ് ആ ഒരു ടീം എവിക്ഷൻ പ്രക്രിയയിൽ വന്നിരുന്നത്. അഭിരാമിന്റെ ടീമിലുള്ള ആൾക്കാർ പറഞ്ഞത് ഏകപക്ഷീയമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അഭിരാം പറഞ്ഞ രീതിയിൽ ആർക്കും ആ ഗെയിമിനോട് താല്പര്യമില്ലായിരുന്നു. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരുന്നു. അതിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ കാര്യമാണ് ആ ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ അഭിരാമിൻ പറഞ്ഞ കാര്യത്തോട് ആർക്കും യോജിപ്പില്ലായിരുന്നു. പലരും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ടീം എവിക്ഷൻ പ്രക്രിയയിൽ വന്നതും ആ ഗെയിമിൽ അവർ പരാജയപ്പെട്ടതും. അഭിരാം എന്ന് പറയുന്ന വ്യക്തി ക്യൂർ ഫോബിക് ആയിട്ടുള്ള ആളാണ്. റിയാസും അഭിരാമും എനിക്ക് തോന്നുന്നു ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വഴക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വഴക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും വീഡിയോയിൽ കാണുന്നില്ല. പക്ഷെ മണിയടി മാത്രം കേൾക്കുന്നുണ്ട്. റിയാസ് മണിയടിക്കുന്നുണ്ട്, അതുപോലെ രഞ്ജിനി ഹരിദാസ് മണിയടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകാം അവിടെ ആ ക്യൂർ ഹോബിക്കായിട്ടുള്ള അഭിരാമിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ മണിയടിച്ച് സ്റ്റോപ്പ് ചെയ്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അഭിരാമിന്റെ ടീമിലുള്ള 4 പേരാണ് ഇന്നലെ എവിക്റ്റഡ് ആയത്. അതിൽ 3 പേരൊഴിച്ച് ഒരാളുടെ മാത്രം അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം റാഷ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ആക്റ്റീവും ഫസ്റ്റിൽ തന്നെ മൺചിത്രത്താഴ് തുറന്ന് അകത്ത് കയറുകയും നല്ല ആക്റ്റീവായിട്ട് നിന്നൊരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയുടെ എവിക്ഷൻ എന്ന് പറയുന്നത് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതുമാണ്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി എവിക്റ്റഡ് ആയെന്ന് എനിക്കറിയത്തില്ല. ജഡ്ജസിനൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും ഇവരെ മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ല. ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എവിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതും അൺഫെയർ ആയിട്ടാണ്. അതിൽ റാഷ പറയുന്നുണ്ട്, എനിക്ക് ബിഗ് ബോസിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പുരുഷാധിപത്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ രജനി ഹരിദാസ് എഴുന്നേറ്റ് ചോദിക്കുന്നു, അതിന് സംസാരിക്കാനാണോ നീ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ റാഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഓഡിഷൻ ചെയ്തെടുക്കുമ്പോൾ, അല്ലെങ്കിൽ റാഷയെ പോലുള്ള പല ആൾക്കാരെ അവിടെ ഓഡിഷൻ ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും ക്വാളിറ്റി, അതുകൊണ്ടാണ് റാഷ എന്ന് പറഞ്ഞ പെൺകുട്ടി അഗ്നിപരീക്ഷയിൽ തന്നെ സെലക്ട് ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കൊന്ന് രഞ്ജിനി ഹരിദാസിന് ബി എങ്ങാണ്ട് കൂടുതലുണ്ടെന്ന്. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം കടന്ന് ഇടപെടുകയാണ് ചെയ്യുന്നത്. എടുത്തു പറയാനാണെങ്കിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ആൾക്കാരെ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു വരുത്തി ഇവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും വെച്ച് ഒരാളെ ഡയറക്റ്റ് എലിമിനേഷൻ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മെജോറിറ്റി ആർക്കാണെന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പം പല ആൾക്കാരും രണ്ടുപേരെ അങ്ങോട്ട് കൈപൊക്കുന്നുള്ളൂ. അപ്പൊ ഇതാണോ മെജോറിറ്റി എന്ന് പറഞ്ഞ വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേനും അവരോട് അവരുടേതായ ഇൻഫിനിറ്റി പെൻഡന്റ് എല്ലാവരുടെയും ഊരി വാങ്ങുന്നുണ്ട്. രജനി ഹരിദാസ് സ്റ്റേജിൽ നിൽക്കുന്ന ടീമിന്റെ അടുത്ത് നിങ്ങൾക്ക് ടെറിബിൾ ബിഹേവിയർ ആണെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ ടെറിബിൾ ബിഹേവിയർ കാണിക്കുന്ന രജനി ഹരിദാസ് ആണ്, അവിടെ നിൽക്കുന്നവരല്ല. ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയുന്നു പറഞ്ഞപ്പോഴത്തേനും അവർ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് അവരുടെ ഇൻഫിനിറ്റി പെൻഡന്റ് ഊരി വാങ്ങിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ 3 പേരിൽ അഖിൽമാരാർക്ക് വാ തുറക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഇവർ കൊടുക്കുന്നില്ല. അഭിരാമിന്റെ പ്രൊഫൈൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ 2 ജെൻഡർ സ്കോഡെന്നോ അല്ലെങ്കിൽ ക്യൂർ ഹോബിക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും അതിൽ കൊടുത്തിട്ടില്ല. അഭിരാമിന്റെ അക്കൗണ്ടിൽ 1-2 വീഡിയോസ് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരന്റെ സെൽഫ് ഇൻട്രോ പറഞ്ഞ സമയത്ത് പല കാറ്റഗറിപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ക്യൂർ കമ്മ്യൂണിറ്റി ഒരു വിഭാഗത്തിലായിരിക്കാം അഭിരാം എന്ന് പറഞ്ഞു. പിന്നെ ഈ കുറച്ച് 2 ദിവസം കൊണ്ട് മണിയടിയുടെ ശബ്ദം കൂടുതൽ കേട്ടപ്പോഴാണ് അതൊരു ക്യൂർ ഹോബിക്കാണ് അഭിരാം എന്ന് മനസ്സിലായിട്ടുള്ളത്.